ആമേൻ. Hallelujah. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ So when we see the Peter's life, ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇത് റിവീൽ ചെയ്ത് കിട്ടിയ പത്രോസിന്റെ ജീവിതം പരാജയപ്പെടുന്നതാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. so when we see Peter's life, Peter was a failure even though he got revealed that Jesus is the real savior through Father God. എന്തുകൊണ്ടാണ് പത്രോസ് പരാജയപ്പെട്ടത്? What happened to Peter's life? Why he failed? ബിക്കോസ് പത്രോസിന് യേശുവിനെ ആത്മാവിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ല. Because Peter didn't understand Jesus through Holy Spirit. ഇവിടെ മുതലാണ് നിങ്ങൾ വാസ്തവമായി ഗ്രഹിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം. Now this is the place we need to understand really what is ഇവിടെയാണ് happening. പരിശുദ്ധ ആത്മാവിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. Here we need to know the importance of Holy Spirit in our life. യേശുവിൽ നിന്ന് അനേക കാര്യങ്ങൾ ഇവർ ഗ്രഹിച്ചു. The Peter and the disciples realized lots of things about Jesus. കാര്യങ്ങൾ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. The Father was revealed lots of things to them. ഇതൊക്കെ അവർക്ക് അനുഭവിക്കാനും ഗ്രഹിക്കാനും കഴിഞ്ഞുവെങ്കിലും They understood and experienced about it. ഇവർ ആത്മാവിൽ മൂവ് ചെയ്യാത്തതുകൊണ്ട്, because there is no Holy Spirit within them. ആത്മാവിനെ അവർക്ക് പ്രാപിക്കാൻ കഴിയാത്തതുകൊണ്ട്, because they did not experience the Holy Spirit in their life. ഇവർ പലപ്പോഴും പരാജയപ്പെട്ടു. They failed in their spiritual ഇത് life. അവരുടെ കുറവായിരുന്നില്ല. It's not their mistake. ആ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നു. Because that time the Holy Spirit was not filled in the people. എന്നാൽ ഇപ്പോഴത്തെ തലമുറയായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും But we can see our new generation. ആ എക്സ്ക്യൂസ് പറഞ്ഞ് മാറാൻ കഴിയത്തില്ല. We don't have that excuses to കാരണം say. പരിശുദ്ധാത്മാവ് ഓൾറെഡി വന്നു കഴിഞ്ഞു. Because in this time the Holy Spirit is already in this യേശു world. ഇപ്പോ ഇവിടെ ഇല്ല. Jesus is not here in this പക്ഷേ അവന്റെ world. പ്രസൻസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. But the presence of the Jesus Christ is coming to us through Holy Spirit. യേശു ആരാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്ക് നൽകി തരുന്നത് പരിശുദ്ധാത്മാവാണ്. The understanding of Jesus Christ is to us revealed by the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. We should need the Holy Spirit in our പലർക്കും life. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ This spiritual life, പിതാവിനെ അറിയാം, പലർക്കും we know who his Father is. പലർക്കും ക്രിസ്തുവിനെ അറിയാം. We know who is Christ. പലർക്കും ആ പരിശുദ്ധാത്മാവിനെ അറിയാം. Some of us know who is Holy Spirit. പക്ഷേ ഇത് മൂന്നും ഒരേപോലെ സമ്മേളിക്കുന്ന ആ ഒരു അനുഭവത്തെ പ്രാപിപ്പാൻ ദൈവമക്കൾ പലർക്കും കഴിഞ്ഞിട്ടില്ല. So some of us didn't really experience the Trinity in our ഈ life. മൂന്ന് അനുഭവങ്ങളും, ഈ ദൈവത്തിന്റെ മൂന്ന് ആ അനുഭവങ്ങളും ഒരേപോലെ ഒരു ദൈവപൈതന്റെ മേൽ സ്തോത്രം പ്രതിഫലിക്കുമ്പോഴാണ് അവന് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയുന്നത്. When we have filled with the Trinity in our life, then only we going to experience the blessing and the really blessing in our life. ഇതൊരു കാഴ്ചപ്പാടാണ്. This is a vision. ഇതൊരു വെളിപ്പാടാണ്. This is a revelation. ഈ വെളിപ്പാട് എങ്ങനെയാ പ്രാപിക്കുന്നത്? How we get this revelation? ഈ വെളിപ്പാട് പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് പ്രാപിക്കാൻ We കഴിയുന്നത്. get in this revelation through Holy Spirit. നോക്കിക്കേ, പൗലോസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പഠിച്ചിരുന്നു. Now we can see Paul. പൗലോസ് ദാ ഒരു കൂട്ടം ദൈവസഭയിലെ ജനങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്. Paul is telling to people in the church. എന്നെ ഈ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചത് മനുഷ്യനല്ല. Paul is telling that എന്നെ ഈ ദൈവത്തിന്റെ വചനം എനിക്ക് പറഞ്ഞു തന്നത് ഒരു മനുഷ്യനല്ല. there is no human being revealed me in ഞാൻ this ഒരു Bible മനുഷ്യനിൽ നിന്നും verses. പഠിച്ചിട്ടില്ല. I didn't learn from human ഒരു being. മനുഷ്യനിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുമില്ല. I'm not learned from any ഇത് human being. യേശുക്രിസ്തുവിന്റെ ഒരു വെളിപ്പാടാണ്. This is a revelation. ഈ വെളിപ്പാട് പൗലോസിന് ലഭിച്ചത് പരിശുദ്ധ ആത്മാവിലൂടെയാണ്. Paul got the revelation through Holy Spirit. ഈ പരിശുദ്ധാത്മാവിലൂടെ ഇന്നും നമുക്ക് ആ ദൈവത്തിന്റെ ആ ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ പകർന്നു തരുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. God is faithful to reveal us through the Holy Spirit. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe it? Praise the Lord. Hallelujah. അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പൗലോസിന്റെ ജീവിതം ഇവിടെ എടുത്തു പറഞ്ഞത്. So this is example I'm telling you about Paul. ഇനി നമുക്ക് പീറ്ററിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. Let's go to Peter's life. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് മുന്നമേ Before he filled by the Holy Spirit, പത്രോസ് പറയുകയാണ്, Peter was telling, ഞാൻ വിശ്വസിക്കുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണ്. Peter believed that Jesus is the son of the Father. എങ്കിലും അവിടെ പത്രോസ് പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. But in his life he was a failure. അവന്റെ പരാജയങ്ങൾ എവിടെയൊക്കെയാണ് നടന്നത്? He failed some of the areas. നമുക്ക് കാണാൻ കഴിയുന്നു, യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയ സമയങ്ങളിൽ But the time of Jesus was catched by the people to യേശു ജീവനുള്ള crucify. ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസ് അവിടെ പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല. Now the Peter was telling, you are the Messiah, the son of the living God. But the time of the trouble he said, I don't know Jesus. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു അനുഭവം
പത്രോസിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. Peter was encountered with the situations like Peter betrayed Jesus that time. ഹല്ലേലൂയ. Hallelujah. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ ആത്മാവ് വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവിനെ പത്രോസ് റിസീവ് ചെയ്തതിന് ശേഷം പത്രോസ് യേശുവിനെ തള്ളി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. After Peter received the Holy Spirit, Peter was confident. Hallelujah. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു 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 നിറവ് അനുഭവിച്ചപ്പോൾ, പരിശുദ്ധാത്മാവുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ യേശുവിനെ തള്ളിപ്പറയുകയല്ല, അവർ അനുഭവിച്ച യേശുവിനെ വെളിപ്പെടുത്തുന്നവരായി അവർ മാറുവാനിടയായി തീർന്നു. When Peter was filled by the Holy Spirit, then after that he was confidently going to the people to spread the gospel. ആമേൻ. Hallelujah. അതാണ് ഇന്നത്തെ ആത്മീയ തലമുറകൾക്ക് വേണ്ടുന്നത്. That is what we need today. അതാണ് ഇന്നത്തെ ആത്മീയ ജനതയ്ക്ക് വേണ്ടുന്നത്. That is what the spiritual people അതാണ് need ദൈവമക്കളെ today. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നത്. That is what we need today. Hallelujah. ആമേൻ. Amen. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. അതിനായിട്ടുള്ള ഒരു ദാഹം നമുക്ക് ആവശ്യമാണ്. So we need to be filled by the Holy Spirit and we need that thirst in our life.